നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് എല്ലാരും എന്തൊക്കെയാണ് പ്രോഗ്രാംസ്, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും മൂവീസ് ഒക്കെ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു കാര്യം പറയാം. ഇപ്രാവശ്യം എന്റെ ഓണം ഷിഹാസ് മംഗലശ്ശേരിയുടെ ബാപ്പയുടെയും മോന്റെയും പ്രണയം എന്ന ബുക്കിലൂടെയായിരുന്നു. ഞാനിത് വായിച്ചു കഴിഞ്ഞു, വീണ്ടും ഞാൻ ഇനിയും വായിക്കും. അപ്പം ഈ ഒരു ബുക്ക് ഈ ഓണ സമയത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, അതിന് ഞാൻ ഗ്യാരണ്ടി. ഫലിതത്തിന്റെ മേമ്പൊടിയോട് കൂടിയാണ് ഈ കഥ പുരോഗമിക്കുന്നതെങ്കിൽ കൂടിയും ഇതിന്റെ അന്തർധാരയായി ഒരു പ്രണയ കാവ്യം ഒഴുകി നടക്കുന്നുണ്ട്. കവിതകൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഞാൻ, കവിതകൾ മാത്രം വായിക്കുന്ന ഞാൻ, ഈ ബുക്ക് ഇഷ്ടപ്പെടാൻ തന്നെ കാര്യം അതിൽ അന്തർലീനമായ ആ ഒരു പ്രണയ സങ്കല്പമാണ്. അപ്പം ഫാമിലി എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു പുസ്തകമാണ്. അപ്പൊ ഈ ഓണക്കാലത്ത് നമുക്ക് ബാപ്പയുടെയും മോന്റെയും പ്രണയം പാർട്ട് 1 എന്ന ഫിലിമി ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ പോയില്ലെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് വായിച്ചാൽ മതി, ഒരു ഫിലിമിന്റെ എഫക്റ്റ് ഒക്കെ കിട്ടും. അപ്പം ഈ ബുക്ക് ആവശ്യമുള്ളവര് ഇതിന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ വഴിയാണ് ഈ ബുക്ക് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് എല്ലാവർക്കും ബുക്കിന്റെ കൂടെ ആഘോഷിക്കാം. അതുപോലെ തന്നെ എല്ലാവരും അത്തപ്പൂക്കളം ഒക്കെ ഇട്ടിരിക്കും അല്ലേ? ഞങ്ങൾ ഇവിടെ ലഭിക്കുന്ന പൂക്കൾ കൊണ്ട് മനോഹരമായിട്ട് അത്തപ്പൂക്കളം തയ്യാറാക്കാറുണ്ട്. ഓണസദ്യ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം സദ്യയിൽ പരീക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം എല്ലാവരുടെയൊക്കെ ഓണം എവിടെ വരെ ആയി? അപ്പം നാട്ടിലില്ലെങ്കിൽ പോലും ഈ ഓണസമയം എന്നൊക്കെ പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിയാണല്ലേ. അന്നേരം ഒന്നും ചെയ്യാണ്ടിരിക്കാൻ തോന്നില്ല, എസ്പെഷ്യലി ഓണത്തിന്. സോ എല്ലാവരുടെയും ഓണവിശേഷങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക. അത്രേ ഉള്ളൂ. ബൈ. ഒരിക്കൽ കൂടി ഓണാശംസകൾ.